കേരളം ഭരിക്കാൻ ടീം UDF. സംസ്ഥാനത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് VD സതീശൻ. സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്ത് PK കുഞ്ഞാലിക്കുട്ടി, തുടർന്ന് രമേശ് ചെന്നിത്തല. സഗൗരവം സത്യം ചെയ്ത് CP ജോണും ഷിബു ബേബി ജോണും. 20 മന്ത്രിമാരും അധികാരമേറ്റു. സമ്പൂർണ്ണ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടന്ന സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആഹ്ലാദാരവം. UDFന്റെ ചരിത്ര നിമിഷമെന്ന് പ്രവർത്തകർ. ചടങ്ങിൽ പങ്കെടുത്ത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും. നിയുക്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ചടങ്ങിൽ. ആദ്യ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ ഉറ്റുനോക്കി കേരളം. മന്ത്രിസഭായോഗം അല്പസമയത്തിനകം. വമ്പൻ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത. ആശാവർക്കർമാരുടെ ഓണറേറിയം കൂട്ടും. കൊച്ചി മാതൃകയിൽ സംസ്ഥാനത്ത് ഇന്ദിരാ ക്യാന്റീൻ വന്നേക്കും. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പ്രഖ്യാപനത്തിനും സാധ്യത. കോഴിക്കോടിന് മന്ത്രിമാർ ഇല്ലാത്തതിൽ പ്രതിഷേധം. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കരിങ്കൊടിയും പോസ്റ്ററുകളും. കോഴിക്കോടിന്റെ അയോഗ്യത എന്തെന്നും ഗഫൂറിന്റെ മെറിറ്റ് എന്തെന്നും പോസ്റ്ററിൽ. സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴ. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. തീരമേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. IPL ഇന്ന് ചെന്നൈ ഹൈദരാബാദ് പോരാട്ടം. മത്സരം ചെന്നൈയിൽ. ISL സീസണിലെ അവസാന മത്സരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. എതിരാളികൾ FC ഗോവ.